2014 മാർച്ച് മാസം 4 പുതുക്കോട്ടെ ബോസ് നഗർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന 45 വയസ്സുള്ള സ്വാമിനാഥൻ എന്നയാൾ രാവിലെ വളരെ തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ചു. തിരക്കിട്ട് ജോലിക്ക് ഒരുങ്ങുകയായിരുന്നു. തൻ്റെ 2 മക്കളോടും ഭാര്യ മാധവിയോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. അയാൾ അത്ര തിടുക്കത്തിൽ പോയതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഒരുപാട് പേർ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചില വീടുകളിൽ പാചകം പോലും ചെയ്യാതെ അദ്ദേഹം വന്നതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതെ, ഈ സ്വാമിനാഥൻ ഒരു ഗ്യാസ് ഏജൻസിയിൽ സിലിണ്ടർ ഡെലിവറി ബോയ് ജോലി ചെയ്യുകയായിരുന്നു. ഏജൻസിയിൽ വന്നതും അന്ന് ഡെലിവർ ചെയ്യേണ്ട സിലിണ്ടറുകൾ എടുത്തു. ഡെലിവറി ചെയ്യാനായി പോയി. ഗ്യാസ് ഏജൻസിയിൽ നിന്നും പോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അരന്താങ്കി എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു കുറ്റിക്കാടിനുള്ളിൽ നിന്നും മുഖം മുഴുവനും മുറിവുകളോടുകൂടി ഡെഡ് ബോഡി ആയിട്ടായിരുന്നു പിന്നീട് അയാളെ കണ്ടെത്തിയത്. ഇത് ആദ്യമായി കണ്ട കർഷകർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അയാളുടെ ബോഡി പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോലീസും അവരുടെ അടുത്ത പണികൾ നോക്കാൻ തുടങ്ങി. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി വാങ്ങാൻ ആ കുടുംബം വിസമ്മതിച്ചു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതുവരെയും ഈ ഡെഡ് ബോഡി ഞങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. കുറ്റവാളിയെ ഞങ്ങൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് കണ്ടെത്തും. ഇങ്ങനെ അവർക്കൊരു വാക്ക് കൊടുക്കുകയും അവരെ ആശ്വസിപ്പിച്ച് ആ ഡെഡ് ബോഡി അവർക്ക് നൽകി. അതിനുശേഷം പോലീസ് അവരുടെ അന്വേഷണം ഗൗരവമാക്കി. അടുത്ത 3 ദിവസത്തിൽ തന്നെ, അതായത് 7-ാം തീയതി തന്നെ കുറ്റവാളികളെ അറസ്റ്റും ചെയ്തു. 3 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഈ കൊലപാതകത്തിന്റെ കാരണം അവരോട് ചോദിച്ചു. അറസ്റ്റായ ആ 3 പേരിൽ ഒരാളുടെ സഹോദരിക്കും ഈ ഗ്യാസ് ഡെലിവറി ബോയായി ജോലി ചെയ്ത സ്വാമിനാഥനും ഇടയിൽ ഒരു ഇല്ലീഗൽ അഫെയർ ഉണ്ടായിരുന്നതായും ആ പെൺകുട്ടിക്കും ഭർത്താവിനും ഇത് കാരണം ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും 1 വർഷത്തിന് മുൻപ് അവർ 2 പേരും ആത്മഹത്യ ചെയ്തുവെന്നും മനസ്സിലായി. ഇതിൽ വല്ലാത്ത ദേഷ്യം വന്ന ആ പെൺകുട്ടിയുടെ സഹോദരൻ ഈ സ്വാമിനാഥനാണ് തൻ്റെ സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന നിഗമനത്തിലെത്തി. അങ്ങനെ അവന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് സ്വാമിനാഥനെ കൊന്നു. ഇതാണ് സംഭവിച്ചത്. പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ഇൻട്രോ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ കേസ് തന്നെ അവസാനിച്ചല്ലോ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇല്ല, നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഈ കേസിനെ കുറിച്ചല്ല, മറ്റൊരു കേസിനെ കുറിച്ചാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എവിടെയോ ഏതോ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സമയത്ത് വലിയൊരു മാറ്റത്തിന് കാരണമാകും, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിന് കാരണമാകും. ഇതാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റിന് നമ്മളിന്ന് അറിയാൻ പോകുന്ന ഈ ഒരു കേസ് അത്ര നല്ല ഉദാഹരണം ഒന്നും അല്ല. എങ്കിൽ പോലും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ ഒരു സംഭവം നടന്നില്ലെങ്കിൽ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കേസിന്റെ അവസാനവും ഒരു പക്ഷേ വ്യത്യസ്തമാകുമായിരുന്നു. ഈ വീഡിയോ അവസാനം വരെയും കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാകും. മാർച്ച് മാസം 9 പുതുക്കോട്ടയിലെ സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കലൈകുമാർ സത്യമൂർത്തി നഗറിലായിരുന്നു താമസിച്ചിരുന്നത്. ഭാര്യ ശാന്തപ്പെട്ട സ്കൂളിലും അധ്യാപികയായി ജോലി നോക്കുന്നു. അത് ഒരു പൊതുപരീക്ഷാ സമയമായതിനാൽ മറ്റൊരു സ്കൂളിൽ അദ്ദേഹത്തിന് പരീക്ഷാ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ 9 മണിയോടുകൂടി സ്കൂളിൽ പോയി. ഭാര്യ രാജം ഒരു 9:30 ഓട്ടോയിൽ കയറി അവരുടെ സ്കൂളിലും പോയി. ഇപ്പോൾ സമയം ഏകദേശം 12:30. ഇപ്പോ ഒരേ സമയം കലൈകുമാറിനും രാജ്യത്തിനും ഒരു ഫോൺ കോൾ വരുന്നു. പരീക്ഷാ ഡ്യൂട്ടിയിൽ തിരക്കിലായിരുന്ന അവർ ഫോൺ വിളിച്ചത് ആരാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ സമയത്ത് എന്തിനാണ് ഇവർ ഫോൺ വിളിക്കുന്നത് എന്ന് മനസ്സിലാകാതെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ കുറച്ച് മിനിറ്റിൽ തന്നെ അവരുടെ മുഖഭാവമെല്ലാം മാറാൻ തുടങ്ങി. ചെയ്തുകൊണ്ടിരുന്ന ജോലി പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ഓടി. വീടിനടുത്തെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം വീടിന് മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ സ്വയം ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. രാജം, കലൈകുമാർ 2 പേരും വ്യത്യസ്ത സമയത്താണ് വീട്ടിൽ എത്തിയതെങ്കിലും ഇരുവരുടെയും പ്രതികരണം ഒന്നായിരുന്നു. അത് ഞെട്ടലും കണ്ണീരും അസഹനീയമായ സങ്കടവുമായിരുന്നു. വല്ലാത്തൊരു വേദനയായിരുന്നു. വാസ്തവത്തിൽ അവർക്ക് ഫോൺ വിളിച്ചത് അവരുടെ ഒരു അയൽവാസിയായിരുന്നു. അവരുടെ വീട്ടിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു. ഉടൻ തന്നെ വീട്ടിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു.
അങ്ങനെ വീട്ടിലേക്ക് വന്നവർ വീടിനുള്ളിലുണ്ടായിരുന്ന ആ കാഴ്ച കണ്ട് ഞെട്ടി മരവിച്ചു പോയി. അവരുടെ ഹൃദയം തന്നെ പൊട്ടിത്തെറിക്കുന്നത് പോലെ അവർ കരയാൻ തുടങ്ങി. അവർ കണ്ട അക്കാര്യം അവരെ കൊണ്ട് വിശ്വസിക്കാനേ സാധിച്ചില്ല. അവിടെയുള്ള ആളുകൾക്ക് പോലും അവരെ ആശ്വസിപ്പിക്കാനും സാധിച്ചില്ല. അതിനുള്ളിൽ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാർ ഉടൻ തന്നെ ആ വീട്ടിലേക്ക് വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അതെ, അവരുടെ വീട്ടിലുണ്ടായിരുന്ന 2 ബ്യൂറോ തകർന്നിരുന്നു. അതിലുണ്ടായിരുന്ന 20,000 രൂപ പണം, 25 പവൻ സ്വർണം എല്ലാം മോഷണം പോയിട്ടുണ്ട്. അവരുടെ 5 വയസ്സുള്ള മകൻ നിശാന്ത് ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. എന്താണ് ഈ പറയുന്നത്? 5 വയസ്സുള്ള മകനെ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണോ ഈ അമ്മയും അച്ഛനും സ്കൂളിലേക്ക് പോയത്? മാത്രവുമല്ല, ഒരു മോഷണം നടന്നതിനാണോ ഇത്രയേറെ നാടകീയമായ രംഗങ്ങൾ? ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. യഥാർത്ഥത്തിൽ മോഷണം നടന്നു, അത് സത്യമാണ്. പണവും ആഭരണവും നഷ്ടമായി, അതും സത്യമാണ്. പക്ഷെ അതൊന്നും പ്രശ്നമേ അല്ല, അതൊക്കെ വീണ്ടും സമ്പാദിക്കാം. പക്ഷേ അവിടെ പോയത് ഒരു ജീവനായിരുന്നു. ദൈവകൃപയാൽ അവരുടെ മകൻ നിശാന്തിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ പിന്നെ ആരാണ് മരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. കലൈകുമാർ രാജം ദമ്പതികൾക്ക് 2 പെൺമക്കളും ഒരു മകനും ഉണ്ടായിരുന്നു. മൂത്ത മകൾ തിരുച്ചിയിലെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് കോളേജിൽ പഠിക്കുകയായിരുന്നു. അവസാനത്തെ മകന്റെ പേരാണ് നിശാന്ത്. ഇപ്പോൾ ആരാണ് ആ വീട്ടിൽ മരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെ, ആ വീട്ടിലെ 2ാമത്തെ മകളായ അപർണ അതേ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. അവളുടെ അനുജനും അതേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അതൊരു പൊതുപരീക്ഷ നടക്കുന്ന സമയമായതിനാൽ അവർക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരും വീട്ടിൽ തന്നെയായിരുന്നു അന്ന്. വീട്ടിലേക്ക് വന്ന കലൈകുമാർ രാജം ഈ ദമ്പതികൾക്ക് തങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നു എന്നുള്ള കാര്യം ആ വീട്ടിൽ എത്തുന്നത് വരെയും അറിയില്ലായിരുന്നു. വാസ്തവത്തിൽ വീടിനുള്ളിൽ വന്നതും അവരാദ്യം കണ്ടത് തറയിലും ചുമരിലും ചിതറി കിടക്കുന്ന രക്തത്തുള്ളികളായിരുന്നു. അത് കണ്ടതും അവരുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ഫോണിൽ പറഞ്ഞത് സത്യമായിരിക്കില്ല, സത്യമായിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുവന്ന അവരുടെ ആ ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്ന ആ രക്തത്തുള്ളികൾ പോലെ തന്നെ ചിതറാൻ തുടങ്ങി. അങ്ങനെ അവരാ വീട്ടിൽ കണ്ടത് അപർണയുടെ ശരീരം ബെഡ്റൂമിലുണ്ടായിരുന്ന ഫാനിൽ തൂങ്ങിക്കിടക്കുന്നതായിരുന്നു. ഒരു മോഷണം നടന്നതിന് വേണ്ടി ആരെങ്കിലും തൂങ്ങി മരിക്കുമോ? ഒരു പക്ഷേ അച്ഛനും അമ്മയും വഴക്ക് പറയുമോ എന്നുള്ള ഭയത്തിൽ അപർണ ഇങ്ങനെയുള്ള തീരുമാനം എടുത്തതാണോ? അങ്ങനെയാണെങ്കിൽ ആ വീടിനുള്ളിൽ ചിതറിയ രക്തത്തുള്ളികൾ അതെങ്ങനെയാണ് വന്നത്? സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ എല്ലാം ഉത്തരം 5 വയസ്സുള്ള നിശാന്ത് എന്ന ചെറിയ കുട്ടി അച്ഛനും അമ്മയോടും പറയാൻ തുടങ്ങി. അമ്മ സ്കൂളിലേക്ക് പോയതും ചേച്ചി വാതിൽ പൂട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത് തന്നെ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ വാതിൽ മുട്ടി. ചേച്ചി പോയി വാതിൽ തുറന്നു. അപ്പോൾ ഒരു കറുത്ത ആൾ അകത്തേക്ക് വന്നു. വന്ന ഉടനെ ചേച്ചിയുടെ മുഖത്ത് തന്നെ ഇടിച്ചു. ചേച്ചിയുടെ തലയിൽ ഇടിച്ചു. അയാൾക്ക് പുറകിലായി വെളുത്ത ഒരാളുണ്ടായിരുന്നു. അയാളും അകത്തേക്ക് വന്നു. വീടിന് പുറത്തുള്ള മീറ്റർ ബോക്സിനടുത്ത് വേറൊരാളും ഉണ്ടായിരുന്നു. അയാളും ഒരു കറുത്തയാളാണ്. ചേച്ചി അവരടിച്ചപ്പോൾ ചേച്ചി കരയാൻ തുടങ്ങി. ഉടൻ തന്നെ അവർ ഈ പണവും ആഭരണങ്ങളും എവിടെയാണ്, ബ്യൂറോയുടെ താക്കോൽ എവിടെയാണെന്ന് ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി കരഞ്ഞുകൊണ്ട് ഷെൽഫ് ചൂണ്ടിക്കാണിച്ചു. അവർ താക്കോൽ എടുത്ത് വീണ്ടും 2 പേർ വന്ന് ചേച്ചിയെ അടിക്കാൻ തുടങ്ങി. ഇരുമ്പ് കമ്പി കൊണ്ട് ചേച്ചിയെ അടിച്ചു. ചേച്ചി വേദന സഹിക്കാനാകാതെ കരയാൻ തുടങ്ങി. ഉടൻ തന്നെ അവർ കത്തിയെടുത്ത് ചേച്ചിയെ കുത്തി. ചേച്ചി താഴേക്ക് വീണു. എന്നാൽ അതിനുശേഷവും ചേച്ചി അവർ അടിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ആ കറുത്ത മനുഷ്യൻ അമ്മയുടെ സാരി എടുത്ത് ചേച്ചിയുടെ കഴുത്തിൽ കെട്ടി. ആ വെള്ള നിറത്തിലുണ്ടായിരുന്നയാൾ ഡൈനിങ് ടേബിൾ വലിച്ചു നീക്കി. എന്നിട്ട് അതിനു മുകളിൽ കയറി ചേച്ചിയെ ഫാനിൽ കെട്ടിത്തൂക്കിയിട്ടു. അതിനുശേഷം അവർ ബ്യൂറോ തുറന്ന് പണവും ആഭരണങ്ങളും എടുത്തു. ഈ സമയം ഞാൻ കരയുകയായിരുന്നു. അപ്പോൾ കരഞ്ഞാൽ നിന്നെയും കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ഭയന്നു പോയ ഞാൻ കരയാതെ ഒരു മൂലയിൽ ചെന്നിരുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് പോയി. ഇതാണ് ആ 5 വയസ്സുള്ള കുട്ടി പറഞ്ഞ കാര്യം. ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച പോലീസ് ആ വീട്ടിലേക്ക് വന്നു. ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് ശരീരം മുഴുവനും മുറിവുകളോടുകൂടിയുള്ള അവളുടെ ഡെഡ് ബോഡി താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പതിവ് പോലെ അവരുടെ മറ്റു ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യാനും തുടങ്ങി. പോസ്റ്റ്മോർട്ടം അവസാനിപ്പിച്ച് അവളുടെ ഡെഡ് ബോഡി കുടുംബത്തിന് കൈമാറുകയും അവസാന ചടങ്ങുകളും നടത്തി. അങ്ങനെയാണെങ്കിൽ അപർണയുടെ കൊലപാതകത്തിന് നീതി എവിടെ എന്ന് ചോദിച്ചാൽ അതും അപർണയുടെ ശരീരത്തോടൊപ്പം കത്തിച്ചാമ്പലായി. അതെ, ഈ ഒരു കേസിൽ നടന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ തോന്നുകയുള്ളൂ. മാർച്ച് മാസത്തിൽ ആ പകൽ സമയത്ത് ആൾസഞ്ചാരം അധികമുള്ള ഒരു പ്രദേശത്ത് നടന്ന ഈ ഒരു കൊലപാതകത്തിൽ 6 മാസം കഴിഞ്ഞിട്ടും ഡിസംബർ മാസം വരെയും ആരെയും അറസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഒരു പക്ഷേ CCTV ക്യാമറകൾ അധികമൊന്നും ഇല്ലാത്ത ഒരു സമയം,
അതുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ പല പ്രയാസം ഉണ്ടായിരുന്നിരിക്കാം. ഈ കേസിൽ യാതൊരു മുന്നേറ്റവും ഇല്ലാത്തതുകൊണ്ട് അപർണയുടെ അച്ഛൻ കലൈകുമാർ ഈ ഒരു കേസ് CIDക്കോ CBIയിലേക്കോ മാറ്റണം എന്നുള്ള ഒരു പെറ്റിഷൻ കൊടുത്തു. അങ്ങനെ ഡിസംബർ മാസം 13, 2011 ഈ ഒരു കേസ് CBCIDയിലേക്ക് മാറ്റി. കേസ് മാറ്റിയതിനു ശേഷം ചെറിയൊരു മാറ്റം സംഭവിച്ചു. അതുവരെയും പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ചായിരുന്നു കേസ് അന്വേഷിച്ചത്. എന്നാൽ ഈ CBCID വന്നപ്പോൾ അവർക്ക് യൂണിഫോം ഇല്ലായിരുന്നു. അതുമാത്രമാണ് ഈ ഒരു കേസിലുണ്ടായിരുന്ന ഒരേ ഒരു മാറ്റം. മറ്റു മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് കലൈകുമാർ വീണ്ടും കോടതിയിൽ പെറ്റിഷൻ കൊടുത്തു. 2013 സെപ്റ്റംബർ മാസം 27 ഈ ഒരു കേസ് CBIയിലേക്ക് മാറുന്നു. ആ സമയത്ത് അപർണയുടെ മാതാപിതാക്കൾക്കും ഒരു വിശ്വാസം വരാൻ തുടങ്ങി. CBI 6 വർഷത്തോളം ഈ കേസ് അന്വേഷിച്ചു. അവസാനം 2019 അവർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കണ്ട അപർണയുടെ മാതാപിതാക്കൾ പോലും ഞെട്ടിപ്പോവുകയാണുണ്ടായത്. അതിൽ എഴുതിയിരുന്നത്, ഞങ്ങളെ കൊണ്ട് ഈ ഒരു കേസിലെ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഈ ഒരു കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നു എന്നാണ് അതിൽ എഴുതിയിരുന്നത്. ഇത് കേട്ട് ഞെട്ടിപ്പോയ കലൈകുമാർ ഇതിനെ എതിർത്ത് വീണ്ടും കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. പക്ഷെ ആ ഒരു കേസ് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു കേസ് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടേ ഇല്ല. ശരി, അന്നത്തെ ദിവസം അവിടെ അങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ആ ചെറിയ കുട്ടി പറഞ്ഞത് ഒന്ന് മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അമ്മയും അച്ഛനും സ്കൂളിലേക്ക് പോയപ്പോൾ അപർണയും നിശാന്തും മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപർണ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അതിനാൽ അവൾ വാതിൽ തുറന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം നിശാന്ത് പറഞ്ഞതിന് സമാനമാണ്. പക്ഷേ ചേച്ചി താഴെ വീണിട്ടും അവർ തുടർന്ന് അടിച്ചുകൊണ്ടേയിരുന്നു എന്ന് നിശാന്ത് പറഞ്ഞു. അതിൽ മാത്രം ഒരു ചെറിയ മാറ്റം ഉണ്ട്. ആ 5 വയസ്സുള്ള മകന് ഏതറിവാണോ ഉള്ളത് അതിനനുസരിച്ചാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. അതെ, അത് വളരെ ക്രൂരമായ ഒരു റേപ്പായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് എന്ന് പോലും പരിഗണിക്കാതെ അവളെ മുഴുവനായും നശിപ്പിച്ചു. അതിനുശേഷം ഇരുമ്പ് കമ്പി കൊണ്ട് അവളെ അടിക്കുകയും കത്തി കൊണ്ട് കുത്തി സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ഫാനിൽ തൂക്കി. ഇതിലും ക്രൂരമായ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഫാനിൽ തൂക്കിയതിനു ശേഷം ഫാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കലൈകുമാർ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഫാൻ സ്വിച്ച് ഓൺ ആയിരുന്നു. റെഗുലേറ്റർ ലോഡ് താങ്ങാനാകാതെ അത് റിപ്പയറായി. ഈ സംഭവങ്ങളെല്ലാം കേട്ട് ആ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അതേ വേഗതയിൽ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു കേസിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പോലീസ് ഒരുപാട് സമയമായി ആർക്കൊക്കെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പൊതുവെ ഈ പോലീസുകാർ തെളിവുകൾ ശേഖരിക്കുന്നത് വരെയും ആരെയും ആ ക്രൈം സീനിലേക്ക് വരാൻ അനുവദിക്കില്ല. കാരണം അങ്ങനെ അനുവദിച്ചാൽ ആ ക്രൈം സീൻ തന്നെ മലിനമായി മാറും, എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടും. എന്നാൽ ഈ ഒരു കേസിൽ സഹായിക്കാമെന്ന പേരിൽ വന്ന ആ സ്ഥലത്തുള്ള രാഷ്ട്രീയക്കാരെ എല്ലാം പോലീസ് അകത്തേക്ക് വരാൻ അനുവദിച്ചു. അവരാണ് അപർണയുടെ ഡെഡ് ബോഡി താഴെ ഇറക്കുന്നത് മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്നത്. ശരി, അപർണയ്ക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു. സംഭവം നടക്കുമ്പോൾ പോലും പുറത്തറിയാത്ത ഒരു കാര്യം, വീട്ടിൽ മറ്റാരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടന്ന ഈ ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് പുറത്തറിഞ്ഞത്? ഒരു പക്ഷേ ആ ചെറിയ കുട്ടി പുറത്ത് പറഞ്ഞോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇല്ല, അവൻ ഭയന്ന് വിറച്ച് വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അറിഞ്ഞു എന്നറിയണ്ടേ? അന്നത്തെ ദിവസം സമയം ഏകദേശം ഉച്ചയ്ക്ക് 12 മണി. വീടും അവരുടെ വീടിന്റെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. പക്ഷേ വീടിനുള്ളിൽ നിന്നും ആരും പുറത്തേക്ക് വന്നില്ല. അപ്പോഴാണ് വാതിൽ മുട്ടിയ ആൾക്ക് ആ വാതിൽ അടച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. ഇന്നത്തെ ജോലി അവസാനിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു ദിവസം ഇവിടേക്ക് വരണമല്ലോ എന്ന് ചിന്തിച്ച അദ്ദേഹം വീടിനുള്ളിലുള്ളവരെ വിളിച്ചുകൊണ്ട് ആ വീടിനുള്ളിലേക്ക് കയറി. എന്നാൽ അകത്ത് പോയ അതേ വേഗതയിൽ അലറി നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഓടുകയും തൊട്ടടുത്തുള്ളവരോട് ഒരു ചെറിയ പെൺകുട്ടി ഫാനിൽ തൂങ്ങിക്കിടക്കുകയാണ് എന്ന് ഭയന്ന് വിറച്ചുകൊണ്ട് പറയാനും തുടങ്ങി. അപർണ മരിച്ചു കിടക്കുന്നത് ആദ്യമായി കണ്ട ആ ഐ വിറ്റ്നസ് മറ്റാരുമല്ല, ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ ഇല്ലീഗൽ അഫെയർ ഉള്ളതുകൊണ്ട് കൊന്നുകളഞ്ഞ ആ സിലിണ്ടർ ഡെലിവറി ബോയെ ജോലി നോക്കിയ സ്വാമിനാഥനായിരുന്നു. ഒരു പക്ഷേ സ്വാമിനാഥൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കേസിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ദൃക്സാക്ഷിയാകുമായിരുന്നു. ഈ കേസ് മറ്റൊരു ദിശയിലേക്ക്, മറ്റൊരു രീതിയിലേക്ക് പോകുമായിരുന്നു. ഞാനിവിടെ 2 കേസുകളെയും ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഈ 2 കേസിലും ഒരു സമാനതയുണ്ട്. അതായത് ഈ 2 കേസും അന്വേഷിച്ചത് ഗണേഷ് നഗർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് ആണ്. സ്വാമിനാഥന്റെ കേസിൽ 3 ദിവസത്തിനുള്ളിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത അതേ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് അപർണയുടെ കേസിൽ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവിടെ യാതൊരു ആക്ഷനും എടുത്തില്ല എന്ന് ചോദിച്ചാൽ ആക്ഷൻ എടുത്തു. ആ ചെറിയ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടതിന് ശേഷം ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിത് കെയർലെസ് ആയി വിട്ടു. പക്ഷെ അവിടെ വന്ന ഡോഗ് സ്ക്വാഡ്
വളരെ പെട്ടെന്ന് തന്നെ ഒരു വീടിനുള്ളിലേക്ക് ഓടിക്കയറി. പോലീസുകാർക്ക് മറ്റു മാർഗമില്ലാതായപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തു. ആ ചെറിയ കുട്ടിയെ കൊണ്ടുവന്ന് അതിൽ നിന്നും കുറ്റവാളി തിരിച്ചറിയാനും ആവശ്യപ്പെട്ടു. അവനും തിരിച്ചറിഞ്ഞു. പക്ഷേ അവരുടെ വിരലടയാളം പൊരുത്തപ്പെട്ടില്ല. അതുകൊണ്ട് അവനൊരു ചെറിയ കുട്ടിയല്ലേ, അവൻ ആള് മാറിപ്പോയതായിരിക്കും എന്ന് കരുതി അവരത് അശ്രദ്ധമായി വിട്ടു. അതുമാത്രമല്ല, അതേ വീട്ടിൽ നിന്ന് മറ്റൊരാളെയും അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ വിരലടയാളം പൊരുത്തപ്പെട്ടില്ല. അവനൊരു ചെറിയ കുട്ടിയല്ലേ, ഒരു പക്ഷെ അവന് മാറിപ്പോയതായിരിക്കും, അറിയാതെ പറഞ്ഞതായിരിക്കും എന്ന് കരുതി അതും അവർ വളരെ നിസ്സാരമായി വിട്ടു. തീർന്നില്ല, പുറത്തു നിന്നിരുന്ന മറ്റൊരാളെയും അവൻ ചൂണ്ടിക്കാണിച്ച് അയാളെയും അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ അവിടെയും വിരലടയാളം പൊരുത്തപ്പെട്ടില്ല. ഇങ്ങനെ ഈ വിരലടയാളം മാച്ചായില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് അതോടുകൂടി അവസാനിപ്പിച്ചില്ല. സംശയാസ്പദമായ 200 വ്യക്തികളുടെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് ആ ചെറിയ കുട്ടിയോട് കാണിച്ച് അതിൽ നിന്നും തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അതിൽ കുറ്റവാളികളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവനത് തിരിച്ചറിയാൻ സാധിക്കും? ഇല്ലല്ല, അവനൊരു ചെറിയ കുട്ടിയല്ലേ, അവനൊരു പക്ഷെ മറന്നു പോയിട്ടുണ്ടാകുമെന്ന് കരുതി അവിടെയും അതവർ നിസ്സാരമായി വിട്ടു. എന്തിന്? മകളെ പ്രസവിച്ചവർ ഇപ്പോൾ വല്ലാത്ത ദുഃഖത്തിലാണ്. അവരെ വെറുതെ എന്തിന് ശല്യപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് പോലീസ് ഒരു ബന്ധുവിൽ നിന്നും അനുമതി വാങ്ങി ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഉടൻ തന്നെ ദഹിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും എടുത്തു. അതെ, അത്രത്തോളം മനസാക്ഷിയോടുകൂടിയാണ് പോലീസുകാർ പെരുമാറിയത്. എന്തിന്? ഈ ഒരു കേസിൽ ഏകദേശം 9 മാസമായി അറ്റോപ്സി റിപ്പോർട്ട് പോലും വന്നിരുന്നില്ല. ഇതിനൊക്കെ നമുക്ക് പോലീസിനെ കുറ്റം പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കുറ്റം പറയാൻ സാധിക്കുമോ? ഓരോ കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് ശരിയായി നടന്നിരുന്നെങ്കിൽ എല്ലാം നന്നായി തന്നെ പോകുമായിരുന്നു, അല്ലേ? പണ്ടൊക്കെ പറയുന്ന ഒരു തമാശ പോലെ ഈ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യണം എന്ന് ക്ലാസ് എടുക്കുന്ന ദിവസം ഒരു പക്ഷേ ആ ഡോക്ടർ ക്ലാസ്സിന് പോയിട്ടുണ്ടാകില്ല, ആബ്സെന്റ് ആയി കാണും. ഇതിനൊക്കെ നമുക്ക് അവരെ കുറ്റം പറയാനും സാധിക്കില്ലല്ലോ. അതുപോലെ സഹായം ചെയ്യാനായി വന്ന അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും നമുക്ക് തെറ്റായി ചിന്തിക്കാൻ കഴിയില്ല. എങ്ങനെയൊക്കെയോ ആ ചെറിയ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് കറുത്തവരും വെളുത്തവരും എല്ലാവരും ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ എടുത്തു. ഒരു കാര്യം പറയാൻ മറന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തുവല്ലോ എന്നൊരു കാര്യം പുറത്തറിഞ്ഞാൽ അത് ആ കുടുംബത്തിന് വലിയൊരു നാണക്കേടായിരിക്കും. അതുകൊണ്ട് ആ നല്ല ചിന്തയിൽ കൊലപാതകം മാത്രമേ സംഭവിച്ചുള്ളൂ എന്നും മറ്റ് യാതൊരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്നും അതൊന്നും ഈ കേസിൽ ഉൾപ്പെടുത്താതെ പോലീസ് വളരെ സൂക്ഷിച്ച് ആ ഒരു കേസ് കൈകാര്യം ചെയ്തു. അതുമാത്രമല്ല, അവൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ മൊഴി പോലും ഫയൽ ചെയ്തിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ നാളെ ഇങ്ങനെ കോടതിയും കേസുമായി ആ കുഞ്ഞ് കയറി ഇറങ്ങി നടക്കണ്ടല്ലോ എന്നുള്ളൊരു നല്ല ചിന്തയിൽ ഒരു പക്ഷെ പോലീസുകാർ ചെയ്തതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡോഗ് സ്ക്വാഡ് ഒരു വീടിനുള്ളിലേക്ക് കയറിയല്ലോ, അപ്പൊ അതെങ്ങനെ ശരിയാകും? അതൊരു നായയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അതൊരു നായയല്ലേ. ഒരു പക്ഷെ അവിടെയുള്ള മീനിന്റെയോ ഇറച്ചിയുടെയോ മണം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം. പട്ടാപ്പകൽ ആൾസഞ്ചാരം ഒരുപാടുണ്ടായിരുന്ന ആ സമയത്ത് നടന്ന ഈ ഒരു ക്രൈം, ഇതിന് ലോക്കൽ പോലീസിനെ കൊണ്ട് കുറ്റവാളിയെ കണ്ടെത്താനേ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കുറ്റവാളികൾ ആ നാട്ടുകാരല്ലായിരിക്കാം. അപ്പോൾ പിന്നെ പോലീസിനെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. കാരണം കോടതി ഒരു ഡേറ്റ് പറയുകയും ആ ഡേറ്റിൽ കുറ്റവാളികളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. 27-ാം തീയതി ഡെഡ് ലൈൻ കൊടുത്തു. 26-ാം തീയതി 5 പേരെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ അവരുടെ വിരലടയാളം പൊരുത്തപ്പെട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത്രയും പേരെ അന്ന് തന്നെ വീട്ടിലേക്കും പറഞ്ഞയച്ചു. ഇങ്ങനെ ആ തമിഴ്നാട് മുഴുവനും കേസ് അന്വേഷിക്കുന്ന CBCID കൊണ്ടുപോലും കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കുറ്റവാളികൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ളവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവനും പവർഫുള്ളായ CBIയെ കൊണ്ടുപോലും കുറ്റവാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ കുറ്റവാളികൾ വിദേശ രാജ്യങ്ങളിലുള്ളവരായിരിക്കാം. അപ്പോൾ ഇന്റർപോൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കുമോ? ഇനി ഒരു പക്ഷേ അവരെ കൊണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനമായി നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കൂ. പട്ടാപ്പകൽ ആൾസഞ്ചാരം ഒരുപാടുള്ള ഒരു പ്രദേശത്ത് ഇത്രയേറെ ഒരു വലിയ കാര്യം ചെയ്തിട്ട് ആരുടെ കണ്ണിലും പെടാതെ അപ്രത്യക്ഷരായി എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും അന്യഗ്രഹ ജീവികളായിരിക്കണം, അല്ലേ? അതെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ ഒരു കേസിൽ ഒരു ex-MLAയുടെ മക്കൾക്കും ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറായ ഒരാളുടെ മകനും ബന്ധമുള്ളതായി കുറ്റം ആരോപിച്ചിരുന്നു. ഒരു പക്ഷേ മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, അല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കേസിനെ കുറിച്ച് ഇനി എന്ത് പറയാനാണ്? ആദ്യം മുതൽ അവസാനം വരെയും കേട്ടവർക്ക് സത്യത്തിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. പറഞ്ഞു വന്നാൽ, ഇങ്ങനെ ഒരു കേസ് സത്യത്തിൽ ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. ആരെക്കൊണ്ടും ഒരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കേസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്
കമന്റിൽ പറയുക. ഈ കേസിലെ കുറ്റവാളികൾ ആരായിരിക്കും? എന്തുകൊണ്ട് ഇത്രയേറെ ഉദ്യോഗസ്ഥർ വിചാരിച്ചിട്ട് കൂടിയും കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചില്ല? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.